കുഞ്ഞു പ്ലാന്റ് എങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളതെന്ന് നോക്കിയാലോ. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ പോപ്കോണിന്റെ കപ്പും പിന്നെ ഒരു പേപ്പർ സ്ട്രോയും എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഈ വലിയ പോപ്കോണിന്റെ കപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുകയാണ്. അത് വീണ്ടും നമ്മൾ മടക്കി കൊടുത്ത് ഇലയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പീസും ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിന്റെ അടപ്പ് വെച്ചാണ് ഫ്ലവർ ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മൾ ഇതിന്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇവിടെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതെല്ലാം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്തു. ഇനി നമ്മളത് ഇതളുകളുടെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെയാണ് നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെല്ലാം ഒന്ന് പെയിന്റ് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഇതിലൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം. അതിൽ മുഴുവനായും പെയിന്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലവറിലാണ് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിൽ നമ്മൾ റെഡ് കളർ പെയിന്റ് ഒന്ന് കൊടുത്തെടുത്തു. ഇനി നമ്മൾ വൈറ്റ് കളർ പെയിന്റ് വെച്ച് ഇതളുകളിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ചെയ്തെടുക്കുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ലിങ്ക് സ്ക്രീനിന് താഴെ കൊടുക്കാം. ഇലകളിലെല്ലാം നമ്മൾ യെല്ലോ കളർ പെയിന്റും കൂടെ ഒന്ന് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുത്തതെല്ലാം നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പേപ്പർ സ്ട്രോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇലകൾ ഓരോന്നും ഒന്ന് വളഞ്ഞു നിൽക്കാൻ വേണ്ടി ഇതുപോലെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പേപ്പർ സ്ട്രോയിലേക്ക് ഇലകളാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. എല്ലാ ഇലകളും ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഫ്ലവറും ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഫ്ലവറിന്റെ നടുക്കായിട്ട് വുളൻ ത്രെഡ് കട്ട് ചെയ്തതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള കുഞ്ഞു പ്ലാന്റ് ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കുകയാണ്. നമ്മൾ അതിനകത്ത് വെച്ചു കൊടുത്തിട്ടുള്ള തെർമോകോൾ പീസിൽ ഒരു ഹോളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പ്ലാന്റ് അതിലേക്ക് വെച്ചു കൊടുത്തു. ഇനി നമ്മൾ ആ തെർമോകോൾ പീസിന്റെ മുകളിലായിട്ട് വുളൻ ത്രെഡ് കട്ട് ചെയ്തതും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ.